ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ലിങ്ക് ഒന്ന് അയക്കുന്നു പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വ്യക്തികൾ. ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ചാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറച്ച് നേരമായി സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് നേരത്തെ ഈ പറയുന്ന ദിവ്യ ശ്രീധർ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് നെറ്റിയിലൂടെ എന്തോ പരിക്ക് ഏറ്റിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് കണ്ടത്. അപ്പോൾ ആ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇതെന്തോ വലിയ സംഭവമാക്കി. അതായത് ഇവരുടെ ഭർത്താവ് ഇവരെ അടിച്ചു ഇവർ തല്ലി പിരിഞ്ഞു എന്ന മട്ടിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. അത് പിന്നെ ഇവരടിച്ച് പിരിഞ്ഞു എന്നുള്ള മട്ടിലോട്ട് കാര്യങ്ങളായി. എന്നാൽ അവസാനം ഇപ്പോഴിതാ ദിവ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഭവം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ആ വീഡിയോ, ആ നേരത്തെ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അത് ഒറിജിനലായിട്ടുള്ള സംഭവമൊന്നും അല്ല. സംഭവം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തെടുത്ത സംഭവമാണ്. ആ പരിക്കൊന്നും തന്നെ ഒറിജിനൽ അല്ല. അവരത് വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്, റിയൽ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അതായത് അവർ തമ്മിലൊരു പ്രശ്നവുമില്ല. ഇങ്ങനൊരു വീഡിയോ അവർക്ക് ഇഷ്ടമുള്ളത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നും മാത്രം. അല്ലാതെ അത് ഒരു റിയൽ ആയിട്ടുള്ള, അല്ലാതെ എന്നെ ആരെങ്കിലും അടിച്ചെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞെന്നോ ഉള്ള ഇതല്ല. അവർക്ക് തോന്നി അവരൊരു വീഡിയോ ഇട്ടു. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു, ചർച്ചയായി, ഇപ്പോൾ പലതരത്തിൽ പ്രചരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈവ് വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന രാജ് ടോക്സ് വീഡിയോസൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരൻ രാജ് ടോക്സിനെതിരെയാണ് കുറേ സംസാരിച്ചതെന്ന് പറയാം. കാരണം പുള്ളിക്കാരനാണ് ഈ ഒരു വീഡിയോ ആദ്യം ഇട്ടത്. പിന്നെയാണ് അത് ചർച്ചാ വിഷയമായി ഇങ്ങനെ മാറി ഇങ്ങനെ വന്നതെന്ന് പറയുന്നത്. അതിനെതിരെ ഇപ്പോൾ ദിവ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് സംഭവം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ അവർക്ക് തോന്നി അവർ ഇട്ടു. പക്ഷെ അതിങ്ങനെ ഒരു കോലാഹലമായി മാറുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുമെന്നോ കരുതിയില്ല. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം റിയൽ ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ല, അങ്ങനെ ഒരു കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എങ്കിൽ നമ്മളത് കൊടുക്കുമ്പോഴത്തേക്കും അത് തെറ്റായിട്ട് ബാക്കിയുള്ളവരില്ല, അതായത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അപ്പൊ അങ്ങനെ എത്തണ്ട എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് തന്നെയാണ് ദിവ്യ ഇപ്പോൾ രംഗത്ത് വന്ന് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതൊരു കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഉള്ള കുഴപ്പങ്ങളാണ് ഈ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അതിപ്പോ ഈ പറയുന്ന ദിവ്യ ഇട്ട വീഡിയോയുടെ കാര്യമായാലും അതിനെ എടുത്തുകൊണ്ട് ഇപ്പോൾ രാജ് ടോക്സ് ചെയ്ത വീഡിയോ ആയാലും രണ്ടും പണിപാളി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തായാലും അവരിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ദേഷ്യ സങ്കടമൊക്കെ ഉണ്ടാകും. സ്വാഭാവികമാണ്. അത് തന്നെയാണ് അവർ ഈ വീഡിയോയിൽ പ്രകടമാക്കിയ കാര്യം എന്ന് പറയുന്നത്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. ദിവ്യ ശ്രീധർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം, ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറുടെ ലൈഫ് പൊട്ടിപ്പോയോ, അവർ വേർപിരിഞ്ഞോ, അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണല്ലേ രാജ് ടോക്കിന്. നാണല്ലേ രാജ് ടോക്കെ? കുറച്ച് നാണല്ലേ? രാജ് ടോക്ക് പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനൽ ആണെന്നാണ് രാജ് ടോക്ക് പറയുന്നത്. രാജ് ടോക്ക് ഒന്ന് വന്ന് നോക്ക് ഒറിജിനൽ ആണോന്ന്. എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്, ആ ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. ഞാനൊരു വെബ് സീരീസ് ചെയ്തതിന്റെ ഒരു സീനിലെ പോർഷൻസ് ആണ് സംഭവം. കേട്ടില്ലേ? നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് എന്തൊരു കഷ്ടമാണ്. നാണമില്ലേ രാജ് ടോക്കിൽ നിന്ന്? എങ്ങനെ ഒരാളെ ലൈഫിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി സ്വയം മെനഞ്ഞെടുത്ത് കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്നു? നിങ്ങളെ ചാനൽ പൂട്ടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ചാനൽ പൂട്ടിക്കും. ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. കേട്ടില്ലേ? ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. ആരും ഏത് ചാനലുകാരും ഞങ്ങളുടെ പിറകെ വരണ്ട. ഞങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ റീൽസ് ഇടും. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോണിലല്ലോ ഞങ്ങളുടെ ഫോണിലല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവർ നിങ്ങൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുക. ഈ ചാനലുകാർ വന്നിട്ട് ഓൺലൈൻ മീഡിയാസുകൾ വന്നിട്ട് നമ്മളെ ഒരു വീഡിയോസ് എടുത്ത് പൊങ്കാലിടാൻ നിൽക്കണ്ട. ഇല്ലാത്ത അറിയാത്ത കഥകൾ എടുത്ത് പൊക്കി നിങ്ങൾ തലക്കെട്ട് കൊടുത്ത് ഇവർ വേറെ പിരിഞ്ഞോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തീക്കളിയാണ്. കാരണം
നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വഴി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മൾ പബ്ലിക്കായിട്ടൊരു കാര്യം നമ്മൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടൊരു കാര്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, അത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്ക് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് എന്താ പറയുക, ഒരു പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയേക്കാം. അതിനൊരു ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ വന്നു പോയതായിരിക്കാം. നമ്മൾ തമാശയ്ക്ക് ഇട്ട കാര്യമോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് പലതരത്തിൽ ചിലപ്പോൾ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചർച്ചയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. പിന്നെ ആ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നിജസ്ഥിതി ഉണ്ടോ, അല്ലെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണോ, അത് സത്യമാണോ ആ ഒരു കാര്യം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. കാരണം തെറ്റായിട്ടുള്ള ഒരു റോങ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോഴത്തേക്കും അത് ഈ പറയുന്ന രീതിയിൽ റാജ് ടോക്സ് എടുത്ത് ആ ഒരു വീഡിയോ ചെയ്യുകയും അത് പിന്നെ വേറെ യൂട്യൂബേഴ്സ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതൊരു ചർച്ചയായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. അതാണിപ്പോൾ മെയിനായിട്ട് ഉണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദിവ്യ ഇപ്പോൾ വന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു ക്ലാരിറ്റി ഇല്ല, നമ്മൾ ചിലപ്പോൾ ഒരു ഫൺ എന്ന രീതിയിൽ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇടുന്നതായിരിക്കാം. പക്ഷെ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അത് പബ്ലിക്കിന്റെ മുന്നിൽ ചോദ്യമായി നിലനിന്നേക്കാം. ആരെയും കുറ്റം പറയുന്ന ഒരു കാര്യമില്ല. കാരണം ഇപ്പോഴെല്ലാം തലതിരിഞ്ഞ രീതിയിലാണ് ഓരോന്ന് നടക്കുന്നതെന്ന് പറയുന്നത്. അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും എന്തായാലും ഇങ്ങനെ ഒരു വിഷയത്തിൽ ദിവ്യ ഇപ്പോൾ വീഡിയോയുമായിട്ട് വന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തിയത് എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ ഈ വിഷയം വേറൊരു തരത്തിൽ ചർച്ചയായി അത് പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്, ആ ഒരു തീ കെടുത്തിയത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.